ഹലോ ഫ്രണ്ട്സ്, ഈ ചായക്കട കാണുമ്പോൾ തന്നെ കുറച്ച് പേർക്ക് ഇത് സ്ഥലം എവിടെയാണെന്ന് മനസ്സിലായി കാണും. ഇനിയിപ്പോൾ അറിയാൻ പാടാത്തവരുണ്ടെങ്കിൽ ഇത് രാമശ്ശേരി ഇഡ്ലിക്കടയാണ്. യെസ്, അങ്ങനെ ഞങ്ങൾ ഫൈനലി ഫേമസ് രാമശ്ശേരി ഇഡ്ലി കഴിക്കാൻ ഇന്നലെ ഇവിടെ വന്നു. കട പേര് ശ്രീ സരസ്വതി ടീ സ്റ്റോൾ എന്നാണ്. ചെറിയ കടയാണെങ്കിൽ നല്ല തിരക്കുണ്ടായിരുന്നു. ഇവിടെ പാർക്കിങ്ങിനൊക്കെ ഇവർ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. കുറേ കാറൊക്കെ അപ്പുറത്തെ വശത്ത് പാർക്ക് ചെയ്ത് കിടപ്പുണ്ടായിരുന്നു. നല്ല സെറ്റപ്പായിരുന്നു. ഞങ്ങൾ 4 പേര് ഇവിടെ ഇന്നലെ ഇഡ്ഡലി കഴിക്കാൻ വന്നു. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കും ഒക്കെ കണ്ട് ഞങ്ങൾക്ക് ഇവിടുത്തെ ഇഡ്ഡലി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കാണണം എന്നുള്ളത് കൊതിയായി. ഞങ്ങളങ്ങനെ ഞങ്ങളുടെ ആഗ്രഹം അവിടുത്തെ മാനേജറിനോട് അറിയിച്ചു. അവരവിടുത്തെ കിച്ചൺ കയറി കാണാൻ ഞങ്ങളെ പെർമിഷൻ തന്നു. സോ ഇഡ്ഡലി ഉണ്ടാക്കുന്ന ചേച്ചിയും അതെങ്ങനെയാണ് ഉണ്ടാക്കുന്ന മെത്തഡാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവര് കുടത്തിലൊരു വെള്ളം ഒഴിച്ചിട്ട് അതിന്റെ മുകളിൽ തട്ട് തട്ടായിട്ട് വെച്ചിട്ട് ആണ് ഇഡ്ഡലി റെഡിയാക്കുന്നത്. അതില് തുണി വിരിച്ചിട്ട് അതിന്റെ മുകളിൽ മാവ് ഒഴിച്ചിട്ടാണ് ഇവര് ആവിയിലാണ് ഈ ഇഡ്ഡലി റെഡിയാക്കുന്നത്. സോ ആ ഇഡ്ഡലി നല്ല സോഫ്റ്റ് ഉണ്ടാവും സത്യം പറഞ്ഞാല്. അത് കണ്ടു നിൽക്കാൻ തന്നെ നല്ല രസമുണ്ട് അവരുണ്ടാക്കുന്ന രീതി. ഒരു ചെറിയൊരു ദോശ ഷേപ്പിലുള്ള ഇഡ്ഡലി എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഇവിടെ ഇഡ്ഡലി കൂടാണ്ട് വടയൊക്കെ ഉണ്ട്. ഇഡ്ഡലിയുടെ ഒപ്പം നമുക്ക് ചമ്മന്തിയും തേങ്ങാ ചമ്മന്തിയും ഉള്ളി ചമ്മന്തിയും സാമ്പാറും പിന്നെ ചമ്മന്തിപ്പൊടി, വെളിച്ചെണ്ണ ഒഴിച്ചുള്ള ചമ്മന്തിപ്പൊടി, നല്ല സൂപ്പർ കോമ്പിനേഷൻ. ഇത് കണ്ടതിന് ശേഷം ഞങ്ങൾ അങ്ങനെ ഇഡ്ഡലി കഴിക്കാൻ ഇരുന്നു. ദേ ആ പച്ച ലൈനുള്ള ഷർട്ടുള്ളതാണ് ഞാൻ. അപ്പുറത്തിരിക്കുന്നത് ഞങ്ങളുടെ മാനേജറും കൂട്ടുകാരനുമായ വിജീഷ് ചേട്ടനാണ്. വേറെ 2 ആൾക്കാരും കൂടിയുണ്ട്, റിയാസും അഫാലിക്കും. അഫാലിക്കാണ് ഇതിന്റെ വീഡിയോ എടുക്കുന്നത്. ഞങ്ങൾ ഇഡ്ഡലി കഴിച്ചതിന് ശേഷം പിന്നെ വേറെ കൽപ്പാത്തിയിലെ രഥോത്സവം കാണാൻ ആണ് പുറപ്പെടാൻ പോകുന്നത്. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ബൈ ഫ്രണ്ട്സ്.